വിപ്ലവം എന്നാൽ വെറുമൊരു വാക്കല്ല, അത് രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനാണ് എന്ന് സഖാവ് ഫിദൽ കാസ്ട്രോ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ലോകത്തെ വിപ്ലവകാരികൾ സഖാവ് കാസ്ട്രോയെക്കുറിച്ച് ആവേശഭരിതരാവുന്നത് അങ്ങനെയായിരുന്നു. 1978 ഹവാനയിലെ ലെനിൻ പാർക്കിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന സഖാവ് ഫിദൽ കാസ്ട്രോ എന്ന വീരനായകൻ്റെ കൈകളിൽ ഒന്ന് തൊടാൻ 20,000-ലധികം വരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ യുവാക്കൾ ആവേശത്തോടു കൂടിയായിരുന്നു കാസ്ട്രോയുടെ അടുത്തേക്ക് ഓടിയെടുത്തത്. അതിൻ്റെ ചിത്രം അക്കാലത്ത് ലോകമാകെ വലിയ പ്രചാരമായിരുന്നു നേടിയിരുന്നത്. അന്നവിടെ കാസ്ട്രോയെ നേരിട്ട് കണ്ട ലാറ്റിൻ അമേരിക്കയിലെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെയും ആ യുവാക്കളാണ് പിന്നീട് തങ്ങളുടെ നാടുകളിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലെ ധീരരായ പോരാളികളായി മാറിയത്. തൊഴിലാളികളുടെയും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെയും പ്രതീക്ഷയായി മാറിയ ആ വിപ്ലവ പ്രതീകമായിരുന്നു സഖാവ് ഫിദൽ കാസ്ട്രോ. 1998 സഖാവ് എർനെസ്റ്റോ ചെ ഗുവേരയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 30ാം വാർഷിക വേളയിൽ സാന്റാ ക്ലാരയിൽ വെച്ച് സഖാവ് ഫിദൽ കാസ്ട്രോ നടത്തിയ പ്രസംഗം ലോക ചരിത്രത്തിലെ അവിസ്മരണീയമായൊരു പ്രസംഗമായിരുന്നു. ക്യൂബൻ വിപ്ലവത്തിൻ്റെ വഴികളെക്കുറിച്ചും സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ആഗോള പോരാട്ടങ്ങളെക്കുറിച്ചും വളരെ ഗംഭീരവും കൃത്യവും വ്യക്തവുമായ ഒരു അപഗ്രഥനമായിരുന്നു അദ്ദേഹം അന്ന് നടത്തിയത്. ലോക ചരിത്രത്തിൽ ഒരു രാജ്യവും നേരിട്ടിട്ടില്ലാത്ത അത്രയും നീണ്ട സാമ്പത്തിക ഉപരോധങ്ങളെയാണ് ക്യൂബ അതിജീവിച്ചതെന്നും ആ അതിജീവനത്തിൻ്റെ പാതകൾ സഖാവ് കാസ്ട്രോ വൈകാരികമായി വിവരിക്കുകയുമായിരുന്നു. അവിടെ കടുത്ത അമേരിക്കൻ ശത്രുത നിലനിൽക്കുമ്പോഴും തങ്ങളുടെ തനിമയുള്ള സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനം സംരക്ഷിക്കാനും നവ ഉദാരവൽക്കരണ മുതലാളിത്തത്തിൻ്റെ കൊള്ളയടികൾക്ക് മുമ്പിൽ കീഴടങ്ങാതിരിക്കാനും ക്യൂബക്ക് കഴിഞ്ഞത് സഖാവ് ഫിദൽ കാസ്ട്രോയുടെ ഈ ഉജ്ജ്വലമായ നേതൃത്വം ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു.